ലെബനനിലും സിറിയയിലും പേജർ പൊട്ടിത്തെറിച്ച് 9 പേര് മരിച്ചു, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ഒരു ആക്രമണ തന്ത്രം. അത് മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ചാരസംഘടന, വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ നടന്ന ചാരസംഘടന നടത്തിയ ഏറ്റവും കൃത്യമായ ഓപ്പറേഷൻ. സത്യത്തിൽ ലോകം ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് എങ്ങനെ ഇത് സാധ്യമായി എന്നുള്ളത്. ഏതാണ്ട് 2800ഓളം ആളുകൾ ആശുപത്രിയിലാണ്. ഹിസ്ബുള്ളയുടെ ഭടന്മാർ, അവരിലേറ്റ 400-500 പേര് ഗുരുതരാവസ്ഥയിലാണ്. ഹിസ്ബുള്ള സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ആക്രമണം, 17 പേര് മരിച്ചു. അവരുടെ ലോ മേക്കറിൻ്റെ 10 വയസ്സുകാരി മകൾ ഉൾപ്പെടെ അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരൊക്കെ മരിച്ചു. തെരുവിൽ ഇപ്പോൾ പേജർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു സംവിധാനം, ചെറിയൊരു ഷോർട്ട് മെസ്സേജ് അയക്കുന്നത്. അതിന് നേരിട്ട് വിളിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ എനിക്ക് സിനുവിനൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ഞാനിപ്പോൾ അടുത്ത ടെലിഫോൺ ഉപയോഗിച്ച് ഈ പേജറിൻ്റെ ഓഫീസിൽ വിളിക്കണം. സിനുവിൻ്റെ നമ്പറിലേക്ക് ഐ ആം വെയിറ്റിംഗ് ഫോർ യു അറ്റ് മേനക ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അവരത് മെസ്സേജായിട്ട് അയക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ വന്നപ്പോൾ മെസ്സേജിങ്ങും എല്ലാം വന്നതുകൊണ്ട് ഈ സംവിധാനം തകർന്നുപോയി. അതെ. അപ്പോൾ ഇപ്പോൾ വളരെ പെട്ടെന്നാണ് ഹിസ്ബുള്ള തീരുമാനിച്ചു, അതായത് മൊബൈൽ ഫോൺ ഇനി ഉപയോഗിക്കേണ്ട. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അത് ഇസ്രയേൽ ട്രാക്ക് ചെയ്തിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ കൃത്യമായി കൊല്ലും. അതുകൊണ്ട് ഇനി എല്ലാവരും പേജർ മേടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് പേജറുകൾ വാങ്ങിച്ച് ഹിസ്ബുള്ള അവരുടെ ഭീകരന്മാർക്ക് കൊടുത്തു. അവരതൊക്കെ അരയിലും പോക്കറ്റിലും ഇട്ടുകൊണ്ട് നടന്നു. ആ പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഒരേ സമയം പൊട്ടിത്തെറിച്ചു. ഇതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് വിരമിച്ച ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥനെ നേരത്തെ സ്ഥാപിച്ച ഒരു ബോംബ് പൊട്ടിച്ച് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കൊല്ലാനായിട്ട് ഈ ലബനോൺ ഭീകരർ ശ്രമിച്ചിരുന്നു. അങ്ങനെ വിരമിച്ച മുൻ ഇസ്രയേലി സൈനികനെ കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെടുത്തി എന്ന് ഇസ്രയേൽ പരസ്യമായി സമ്മതിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ലബനോണിൽ ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ നോക്കണം, ഇതിൻ്റെ ഒരു കൃത്യത എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമാണ്. കാരണം ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ നേതാവാണ് തീരുമാനിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പകരം പേജർ മേടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പേജറുകൾ വാങ്ങുന്നു. ഈ പേജറുകളിലെല്ലാം സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മനസ്സിലാവുന്ന, ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ന്യൂസിൽ നിന്ന് മനസ്സിലാവും, നമ്മുടെ മാധ്യമങ്ങളൊന്നും പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നമുക്ക് ആദ്യം നമ്മുടെ പ്രേക്ഷകരോട് പറയാം, ഇവരുപയോഗിച്ചത് ആയിരക്കണക്കിന് മോട്ടറോള പേജറുകളാണ് ഇവർ വാങ്ങിക്കൊടുത്തത്. മോട്ടറോളയുടെ പേജറുകളാണ് ഇവർക്ക് ഹിസ്ബുള്ള സൈന്യത്തിൻ്റെ പക്കലുണ്ടായിരുന്നത്. അപ്പോൾ മോട്ടറോള എന്ന് പറയുന്നത് അമേരിക്കൻ കസ്റ്റംസും അമേരിക്കൻ ഇമിഗ്രേഷനും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനം മോട്ടറോളയാണ് ലോകത്താദ്യമായി മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോൺ നിർമ്മിച്ചത്. അപ്പോൾ മോട്ടറോള എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ട്, അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിന്നാണ്, ആ മോട്ടറോളയിൽ നിന്നാണ് ലെബനോണിലെ ഹിസ്ബുള്ള ഭീകരന്മാർ ഇത്രയും ബൾക്കായിട്ട് ഇത് വാങ്ങിയത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഇത് വന്നിരിക്കുന്നത് ഇറാൻ വഴിയായിരിക്കണം. ഇവർക്ക് ഹിസ്ബുള്ള ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ആയുധവും കൊടുക്കുന്ന ഇറാനാണ്. അപ്പോൾ ഇറാൻ വലിയ തോതിൽ വാങ്ങിച്ച് സംഭരിച്ച് കൊടുത്തതായിരിക്കാം ഈ പേജറുകൾ. അപ്പോഴൊരു കാര്യമുണ്ട്, ഈ പേജറിൻ്റെ ഇപ്പം മനസ്സിലാക്കുന്ന മോട്ടറോളയുടെ എം എന്ന് പറയുന്ന അടയാളമുണ്ടല്ലോ, അതിനെ ഒരു ബോംബ് പോലെ ചിത്രീകരിക്കാം. ഒരു വാലും കൂടെ വെച്ച ബോംബായിട്ട് വരും. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ 20 ഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരുന്നു. അത് മോട്ടറോളയുടെ എം എന്ന് പറയുന്ന ഭാഗം, അവിടെ അതിൻ്റെ ലോഗോ ഉണ്ടല്ലോ, മോട്ടറോളയുടെ ലോഗോയുടെ ഭാഗം ബോംബായിട്ട് പ്രവർത്തിച്ച് അതിനകത്ത് 20 ഗ്രാം സ്ഫോടക വസ്തു ഉണ്ടായിരുന്നാണ് പറയുന്നത്. എന്നിട്ട് വളരെ പെട്ടെന്ന് ഒരു പ്രത്യേക സമയത്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ചൂടാകുമ്പോഴത്തേക്ക് ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കും. അതിരിക്കുന്ന ആളുടെ മിക്കവാറും ഇത് വെക്കുന്ന അരയിൽ ബെൽറ്റിനോട് ചേർന്നാണ് പേജർ വെക്കാറ്, അല്ലെങ്കിൽ പോക്കറ്റിലിടും. പക്ഷെ കൂടുതൽ പേരും ബെൽറ്റിലൊരു ഹുക്കുണ്ട്, ബെൽറ്റിൽ കുത്തിയിടും. അങ്ങനെ ഇത് പൊട്ടിത്തെറിച്ച് നേരെ വന്ന് ആന്തരാവയവങ്ങൾ, കരളും വൃക്കയും ഒക്കെ തകർന്നാണ് ആളുകൾ, വയറുഭാഗം സ്ഫോടനത്തിൽ തകർന്നു പോയിട്ടാണ് ആളുകൾ ഭൂരിപക്ഷം പേരും മരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അങ്ങനെ 2800 പേർക്കും ഏതാണ്ട് ഇതേപോലെ ഒന്നെങ്കിൽ പോക്കറ്റിലിട്ട് ഹൃദയത്തിനും ശ്വാസകോശത്തിനും പരിക്ക്, അല്ലെങ്കിൽ അരയിൽ ബെൽറ്റിൽ തൂക്കി ആന്തരാവയവങ്ങൾക്ക് അരയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം പരിക്ക്. ഇങ്ങനെയാണ് ഈ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ 2800 പേരിൽ 400-500 പേർ ഇപ്പോൾ തന്നെ ഗുരുതരാവസ്ഥയല്ല. ഈ 2800 പേരും ഒരുപക്ഷെ മരണപ്പെട്ടാൽ പോലും അതിൽ അത്ഭുതത്തിന് വകയില്ല. അപ്പം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അറ്റാക്ക്, ഇസ്രയേലിന് ഒരു മിസൈൽ പോലും അയക്കാൻ പറ്റാതെ നടത്തിയൊരു ആക്രമണമാണ്. ഇസ്രയേൽ ഇത് നിഷേധിച്ചിട്ടുമില്ല, അംഗീകരിച്ചിട്ടുമില്ല. പക്ഷേ ഇസ്രയേലാണ് ഇതിന് പിന്നിലെന്ന് ലബനോൻ ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ലെബനോനിലെ ചിത്രം എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം ആളുകൾ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു ബൈക്കിൽ മരിച്ചിരിക്കുന്നു, റോഡിൽ നിന്ന് ഒരു റോഡിൽ മരിച്ചു കിടക്കുന്നു. ഇവരൊക്കെ പക്ഷേ ഇവരുടെ മരണത്തിൽ നമ്മൾ ഖേദിക്കുന്നുമുണ്ട്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വ്രതമെടുത്ത് ഭീകരപ്രവർത്തകരാകാൻ വ്രതമെടുത്ത് ജീവിക്കുന്നവരാണ് ഈ ഹിസ്ബുള്ള ഭീകരരൊക്കെ. അങ്ങനെയുള്ള ആളുകളാണ് വണ്ടി ഓടിക്കുമ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാട്ടൊന്നും കേൾക്കില്ല, പാട്ട് നിരോധിക്കപ്പെട്ടതാണ്, ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും ഒക്കെ ഈ പേജർ പൊട്ടിത്തെറിച്ച് മരിക്കുന്നത്. ഇതിനകത്ത് ഒരു വലിയൊരു സിമിലാരിറ്റി ഞാൻ പറയാം. നമ്മൾ ഹനയ്യ, ഹമാസിൻ്റെ തലവനായിരുന്ന ഹനയ്യ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. അതിനകത്ത് പറഞ്ഞത് വളരെ അസ്വാഭാവികമായ ഒരു കാര്യം, ലോകം അതും ഞെട്ടി. കാരണം ഇദ്ദേഹം അവിടുത്തെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ VVIP ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു. ആ ഗസ്റ്റ് ഹൗസിലെ കിടക്കക്കടിയിലുള്ള ബോംബ് പൊട്ടിയാണ് മരിച്ചത്. അപ്പോൾ അതിനകത്ത് വലിയൊരു ആസൂത്രണമായിരുന്നു. കാരണം ഇദ്ദേഹം അവിടെ വരണമെന്ന് ഉറപ്പാക്കണം പുതിയ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക്. പുതിയ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ നടക്കണമെങ്കിൽ പഴയ പ്രസിഡന്റ് മരിക്കണം. പഴയ പ്രസിഡന്റ് മരിക്കുന്നു, പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അനയ്യെ വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുന്നു, അദ്ദേഹം വന്നാൽ താമസിക്കുന്ന മുറി ഏതാണെന്ന് അറിയുന്നു, അവിടെ കൊണ്ട് ബോംബ് വെക്കുന്നു. ഇതിനകത്ത് ഭയങ്കരമായൊരു പ്ലാനിംഗ് ഉണ്ട്. അത് ആ പ്ലാനിംഗ് അനുസരിച്ച് റൈസി എന്ന് പറയുന്ന ഇറാൻ്റെ പഴയ പ്രസിഡന്റിൻ്റെ മരണം പോലും ഈ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള സംശയം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ റൈസിയുടെ കൊലപാതകം നടന്നത്. അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹിസ്ബുള്ളയുടെ തലവൻ തീരുമാനിക്കുന്നു ഇനി മൊബൈൽ ഉപയോഗിക്കേണ്ട, പേജർ മേടിക്കാൻ തീരുമാനിക്കുന്നു. ഹിസ്ബുള്ളയുടെ തലവനോ അല്ലെങ്കിൽ സുപ്രീം നേതൃത്വത്തിലുള്ള ആരോ അപ്പം ഫോൺ വെച്ച് ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് ഇത് മേടിക്കാൻ തീരുമാനിക്കുന്നു, പേജർ മേടിക്കുന്നു. മേടിക്കുന്ന പേജറിനകത്തൊക്കെ 20 ഗ്രാം വീതം പീറ്റൻ എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തുവാണ് വെച്ചിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തു വെച്ചിരിക്കുന്നു. അതെങ്ങനെ ഇസ്രയേലിന് അറിയാൻ കഴിയുന്നു? കാരണം മൊബൈൽ ഫോൺ വേണ്ട എന്ന് ഹിസ്ബുള്ള നേതൃത്വം തീരുമാനിക്കുന്ന സമയം മുതൽ ഇസ്രയേൽ വിവരം അറിയുന്നുണ്ട്. അപ്പോൾ ഹിസ്ബുള്ള നേതൃത്വത്തിൽ തന്നെ ഇസ്രയേലിൻ്റെ ഒരു ഇൻഫോർമർ അല്ലെങ്കിൽ മൊസാദിൻ്റെ ഒരു ഇൻഫോർമർ ഉണ്ട്. അല്ലെങ്കിൽ മൊസാദിന് അനുകൂലമായി തീരുമാനം എടുക്കുക, ഇത്രയും പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ നേതൃത്വം മൊബൈൽ വേണ്ട, പേജർ മേടിക്കാൻ തീരുമാനിക്കുന്നു. ഈ പേജർ മേടിക്കാൻ തീരുമാനിച്ച ആളിന് ഒരുപക്ഷെ ഇത് പങ്കുണ്ടാവാം. ഒന്നുകിൽ അവിടെ നിന്ന് ഒരു വിവരം ചോർന്നു പോയിട്ടുണ്ടാവാം. ഞാൻ ഇതേണ്ട ഇസ്രയേൽ വിവരം അറിയിക്കുകയാണ്, ഹിസ്ബുള്ള കേട്ടോ ഇത്ര എല്ലാ മൊബൈലും ഉപയോഗിക്കുന്നു, 5000 പേജർ മേടിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ബൾക്കായിട്ട് മേടിക്കാൻ പോകുന്നു. ഉടനെ ഏത് പേജറാണ് മേടിക്കുക എന്ന് ഇസ്രയേൽ അറിയുന്നു. അത് മോട്ടറോള, ഇസ്രയേലും അമേരിക്കയും ഉപയോഗിക്കുന്ന മോട്ടറോള പേജർ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അതങ്ങനെ അതിനുവേണ്ടി വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടാവാം. ഈ വൻതോതിൽ ഈ പേജറുകൾ വാങ്ങിക്കാൻ തീരുമാനിക്കുന്ന ഒരു അതോറിറ്റിയോട് നിങ്ങളുടെ മോട്ടറോള തന്നെ മേടിക്കണം എന്ന് ആരോ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോട്ടറോള മേടിക്കാൻ തീരുമാനിക്കുന്നു. മോട്ടറോള കമ്പനി ഈ ഫോൺ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലോഗോ എന്ന് പറയുന്ന ലോഗോയുടെ പുറകിൽ 20 ഗ്രാം സ്ഫോടക വസ്തു വെക്കുന്നു. PETN എന്ന് പറയുന്ന ഈ സ്ഫോടക വസ്തു വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബാറ്ററി പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്നു. അതായത് ഒരു നിശ്ചിത ഒരു മെസ്സേജ് അങ്ങ് കൊടുക്കുമ്പോൾ എല്ലാ പേജറുകളുടെയും ബാറ്ററി ഓവർ ഹീറ്റഡ് ആവും, ചൂടാവുന്നു, ഇത് പൊട്ടിത്തെറിക്കുന്നു. അത് ഒരേ സമയത്ത് എല്ലാ പേജറുകളിലേക്കും മെസ്സേജ് പോവുകയാണ്. അപ്പോൾ എത്ര കൃത്യമായ ആസൂത്രണം. മൊസാദ് എന്ന് പറയുന്ന ഈ ഇസ്രയേലിൻ്റെ ചാരസംഘടന ഏതെല്ലാം തരത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുകളിൽ മുതൽ താഴെത്തട്ട് വരെ ബന്ധമുണ്ട്. ഹിസ്ബുള്ളയുടെ ഏറ്റവും സുപ്രീം കമാൻഡർമാരിൽ ഏതോ ഒരാൾക്കറിയാം നമ്മളിത് ഉപേക്ഷിക്കാൻ പോവുകയാണ്, പേജറിലേക്ക് മാറുകയാണ്. അപ്പോൾ മുതൽ വിവരങ്ങൾ ആർക്ക് കിട്ടുന്നുണ്ട്? ഇസ്രയേലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഇങ്ങനൊരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അമേരിക്കയോട് ചോദിച്ചു, ഇതിനകത്ത് അമേരിക്കയ്ക്ക് പങ്കുണ്ടോ? അമേരിക്ക ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളല്ല സഹായിച്ചത്, ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്ക പറയുന്നത്. അപ്പം മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുമ്പ് വളരെ മുമ്പേ അല്ല, ഇത് 5 മാസം മുമ്പാണ് ഈ തീരുമാനം എടുത്തത്. ഏതാണ്? പേജർ ഉപയോഗിക്കാൻ 5 മാസം മുമ്പേ തീരുമാനം എടുത്തു. 5 മാസം മുമ്പേ ഇസ്രയേൽ പണി തുടങ്ങി. അപ്പോൾ ലോകത്ത് ഇപ്പം നമ്മൾ ഈ വലിയൊരു ആക്ഷേപമുണ്ട്, മൊസാദ് വലിയ രഹസ്യാന്വേഷണ ഏജൻസിയാണ്, ചാരസംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്ടോബർ 7 അങ്ങോട്ട് നുഴഞ്ഞു കയറി നടത്തിയ ഭീകരപ്രവർത്തനം തടയാൻ കഴിഞ്ഞില്ലല്ലോ. മൊസാദിൻ്റെ പല്ലും നഖമൊക്കെ കൊഴിഞ്ഞു എന്ന് പറയുന്നവർ ഇത് കണ്ട് ഞെട്ടിത്തരിച്ചു പോയി എന്ന് പറയണം. റൈസിയെ കൊന്നിട്ട് ചെഷസ്കിയാനെ പുതിയ പ്രസിഡൻ്റാക്കി, എന്നിട്ട് ഹനയ്യെ കൊന്നത് അവിടെ നിൽക്കട്ടെ, അതൊരു ക്രൈം സ്റ്റോറി പോലെ നിൽക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ എത്ര വലിയ ആസൂത്രണമാണ് ഒരു ഭീകര സംഘടനയുടെ മൊത്തത്തിലുള്ള മൊബൈൽ ഫോണുകൾ മാറ്റിക്കുക, എന്നിട്ട് പേജർ വെക്കുക, അതിന് തീരുമാനം എടുക്കുക, പേജർ ഒരു മോട്ടറോള കമ്പനിയുടെ ആക്കുക, മോട്ടറോള കമ്പനിയുടെ പേജർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലോഗോ ബോംബാക്കി മാറ്റുക.
എന്നിട്ട് ഈ ബാറ്ററി ഈ തരത്തിൽ ഒരു പ്രത്യേക മെസ്സേജ് എല്ലാ മൊബൈലുകൾക്കും എല്ലാ പേജറുകളിലേക്കും വരുമ്പോൾ ഈ ബാറ്ററി എല്ലാ പേജറിൻ്റെയും ബാറ്ററി ഒരേ സമയത്ത് ചൂടായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ സ്ഫോടക വസ്തു പൊട്ടുക. നമ്മളൊരു ക്രൈം ത്രില്ലറിലോ സയൻസ് ഫിക്ഷനിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു വലിയ ഓപ്പറേഷൻ. അപ്പോൾ മൊസാദ് എന്ന് പറയുന്ന ഈ ചാരസംഘടന ഒരു ഇത്തിരി കുഞ്ഞൻ രാജ്യമാണല്ലോ ഇസ്രായേൽ, അല്ലേ? വളരെ ചെറിയൊരു രാജ്യം. പക്ഷേ അവിടെ ഇരിക്കുന്ന ആളുകളുടെ തല, ജൂതൻ്റെ തല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തലയാണ്. കാരണം നമ്മളിപ്പോൾ ലോകത്ത് നമ്മളിന്ന് അനുഭവിക്കുന്ന അണുബോംബ് മുതൽ നമ്മുടെ ഫേസ്ബുക്ക് വരെ, മൊബൈൽ ഫോൺ വരെ എല്ലാ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലും യഹൂദനാണ്, അല്ലേ? ലോകത്തിൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്ന യഹൂദൻ്റെ തലയാണ്. ആ യഹൂദൻ്റെ തല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ഇപ്പോൾ ലെബനോനിൽ നടന്ന ഈ ആക്രമണം. അപ്പോൾ എന്തായാലും ലെബനോണിലെ ഹിസ്ബുള്ള, ലെബനോൺ എന്ന് പറയാൻ പറ്റില്ല, ലെബനോണിൻ്റെ ഒരു ഭാഗം ഹിസ്ബുള്ളയുടെ കയ്യിലാണല്ലോ. ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുക. ഇപ്പോൾ എണീറ്റ് നിന്നിട്ട് വേണ്ടേ കാരണം ചിന്തിക്കുന്ന സമയം കൊണ്ട് അടുത്ത മണി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഇറക്കി നടത്തുന്ന ഒരു പോരാട്ടം മാത്രമല്ല, തലച്ചോറ് ഉപയോഗിച്ചും യുദ്ധം ജയിക്കാമെന്ന് ഇസ്രായേൽ തെളിയിച്ചിരിക്കുക. കാരണം വലിയ ശല്യമാണ് ഹിസ്ബുള്ള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൂതികൾ ഇപ്പോൾ വിറയ്ക്കുന്നുണ്ടായിരിക്കും, അല്ലേ? അടുത്ത മണി എപ്പോഴായിരിക്കും നമുക്ക് വരുന്നത്? ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ബസ്സിലെ ആളോട് പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് നിർത്തണം. പുള്ളി ചോദിച്ചു, എന്തിനു പാട്ട് നിർത്തണം? അത് പ്രവാചകൻ്റെ കാലത്ത് പാട്ടില്ലായിരുന്നു, അതുകൊണ്ട് പ്രവാചകൻ്റെ കാലത്തില്ലാതിരുന്നത് ഇപ്പം ഞങ്ങൾക്ക് നിശ്ചിതമാണ്, പാട്ട് നിർത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡ്രൈവർ വളരെ വിനീതനായ അദ്ദേഹത്തെ പറഞ്ഞു, ശരി ഞാൻ നിർത്താം എന്ന് പറഞ്ഞ് പാട്ട് നിർത്തി. എന്നിട്ട് ബസ് നിർത്തി. എന്നിട്ട് അദ്ദേഹത്ത് പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പുള്ളി ചോദിച്ചു, ഞാനെന്തിനാണ് ഇറങ്ങുന്നത്? ഞാൻ ടിക്കറ്റ് എടുത്തല്ലേ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ്റെ കാലത്ത് ബസ്സില്ലായിരുന്നു, നടന്നോളാൻ പറഞ്ഞു. പാട്ടില്ലെങ്കിൽ ബസ്സും ഇല്ലല്ലോ, ഇത്ര മ്യൂസിക് ഒന്നും അന്നില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പ്രവാചകൻ്റെ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തലത്തിലേക്ക് ലോകം മാറിയിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് തന്നെ നിൽക്കുന്ന ആളുകൾക്ക് ഇതിങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവർക്കിതൊക്കെ അവിശ്വസനീയമാണ്. പക്ഷേ പ്രവാചകൻ്റെ കാലത്തില്ലാത്തിരുന്ന മിസൈലും ഗ്രനേഡും റോക്കറ്റ് ലോഞ്ചറും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ആളുകളെ കൊല്ലാൻ എന്നതാണ് ഇതിനകത്ത് വേറൊരു കൗതുകം. ഏതായാലും മൊസാദ് ഈ പറഞ്ഞ പോലെ എഴുതി തള്ളപ്പെട്ട ഒരു ചാരസംഘടനയല്ല. ലോകം ഭരിക്കുന്നത്, ലോകത്ത് എന്തു ചെയ്യാനും കഴിയുന്ന തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ചാരസംഘടനയാണ് മൊസാദ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മൊസാദ് അവരുടെ ഒരു വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് ആയിരക്കണക്കിന് ആളുകളെ, ഈ 2800 പേർക്കും ഗുരുതരമായ പരിക്കാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോ ചേർക്കുന്നുണ്ട്. അവർക്ക് ഈ 2800 പേരിൽ ഒരു 1000 പേര് മരിച്ചാലും മൊസാദിന് ഒരു ബട്ടണമർത്തി നേടിയ വിജയമാണ്. അത്രയും തീവ്രവാദികളാണ് ലോകത്തുനിന്ന് ഇല്ലാതാവുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നിട്ട് നമ്മുടെ ചാനലിലൊന്നും ഇത് വന്നില്ലല്ലോ. തിരിച്ച് ഈ ഇസ്രായേലിൻ്റെ സൈനികർക്കാണ് ഇത്തരം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ചർച്ചയാവുമായിരുന്നു. അതെ, അപ്പോൾ അതങ്ങനെയാണല്ലോ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ രാജ്യമാണ്, മുസ്ലിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഇസ്രായേലുകൾ മുഴുവൻ നശിക്കണം, കൊന്നെടുക്കപ്പെടേണ്ടവരാണ്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, ഖുറാനിൽ എവിടെയോ പറയുന്നുണ്ട് അത്രേ. ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ എവിടെയോ വായിച്ചു. കാരണം നമ്മളിത് കാര്യമായി പഠിക്കുന്ന സംഭവമൊന്നുമല്ല, വായിച്ചു പോകും, കെട്ടുപോകുന്നല്ലേ ഉള്ളൂ. അപ്പം ഈ ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനത്തെ യൂതൻ എല്ലാത്തിനെയും കൊല്ലും. ഒരു ജൂതൻ മാത്രം ബാക്കിയാവും. അപ്പോൾ അയാൾ പോയി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിക്കും. ആ മരത്തിനൊരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി, ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ BSc പരീക്ഷ ഒന്നും ഇത് പറഞ്ഞിട്ട് എഴുതാൻ പോകുന്നില്ല. അപ്പോൾ ആ മരം വിളിച്ചു പറയും, വരൂ എൻ്റെ പുറകിൽ ഒരു ജൂതനുണ്ട്, അവനെ കൊല്ലുന്ന. ആ മരം വിളിച്ചു പറയുമെന്ന് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ എഴുതി വെച്ചു. മുസ്ലിം വിശ്വാസികളെടുത്ത് വിളിച്ചു പറയും എന്ന് പറയുന്നുണ്ട്. മുസ്ലിം ആക്രമണകാരികൾക്ക്, വിശ്വാസികളെന്ന് ഞാൻ പറയുന്നില്ല, ആക്രമണകാരികൾക്കെതിരെ വിളിച്ചു പറയും. കാരണം ആക്രമിക്കാനും കൊല്ലാനും വേണ്ടി നടക്കുന്ന ആളുകളാണല്ലോ ഭീകരപ്രവർത്തകർ. അപ്പോൾ ഭീകരപ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മുസ്ലിങ്ങളിൽ കുറച്ച് പേർ ഭീകരവാദം പരിപോഷിപ്പിക്കുന്നവരും അതിനുവേണ്ടി ജിഹാദിന് വേണ്ടി ജീവിക്കുകയും മരിക്കാൻ സന്നദ്ധരായി ജീവിക്കുന്നവരാണ്. അവരാണ് ലോകത്തെമ്പാടും കൂട്ടക്കൊലകൾ നടത്തുന്നത്, യുദ്ധം നടത്തുന്നത്, എന്ത് നീചകൃത്യവും എന്ത് നിഷ്ഠൂരകൃത്യവും ചെയ്യുന്നത്. പക്ഷേ അത്തരക്കാർ ഓർമ്മിക്കണം, മൊസാദ് എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തുണ്ട്. അവരോട് കളിച്ചവർ ഇതുപോലെ ചുമ്മാ നടന്നു പോകുമ്പോൾ തട്ടിപ്പോകും. അത് ഒരു പേജറിൻ്റെ രൂപത്തിൽ വരാം, ചിലപ്പോൾ നിങ്ങളുടെ നാളെ പൊട്ടിത്തെറിക്കുന്ന ഒരു പക്ഷേ നിങ്ങളിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺ പോലും ആകാം.
അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കൂടെ? ഈ മിലിറ്ററി യൂണിഫോം മേടിച്ചിടുവാണ്. ഈ തീവ്രവാദികൾക്കും യൂണിഫോം ഉണ്ടല്ലോ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോകുന്ന അവരുടെ യൂണിഫോമിന്റെ ബട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ ബെൽറ്റിന്റെ ബക്കിളായിരിക്കും. ലോഹ ബട്ടണൊക്കെ അപ്പോൾ ഇനി ഏറ്റവും നല്ല മാർഗം തുണിയില്ലാതെ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തീവ്രവാദികൾക്ക്. അതിനെ പേടിച്ച് തുണിയില്ലാതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മരിച്ച് സ്വർഗത്തിലേക്ക് ചെന്നാൽ 72 ഹൂറിമാരെ കിട്ടുമെന്നാണ് പറയുന്നത്. ഹൂറിമാരുടെ അടുത്ത് പോകുന്നത് എന്തിനാണെന്നറിയാമല്ലോ. പക്ഷെ അരയിലിരുന്ന പേജറൊക്കെയാണ് പൊട്ടിപ്പോയത്. അപ്പോൾ ഇനി പോയി മുകളിലോട്ട് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അറിയത്തില്ല ഈ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ. ഏതായാലും മൊസാദ് ഒരിക്കൽ കൂടി ലോകത്തെ അപ്രതിരോധ്യമായ ഒരു ഏജൻസിയാണ് തങ്ങളെ തെളിയിച്ചിരിക്കുന്നു, അജയ്യമായ ഏജൻസിയാണ് തെളിയിച്ചിരിക്കുന്നു. മൊസാദിൻ്റെ ഈ കഥകൾ നമുക്ക് അത്ഭുതത്തോടെ കേട്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതൊരു ക്രൈം ത്രില്ലറല്ല, ഒരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല. ഇത് നടന്നതാണ്. അതിൻ്റെ മുറിവേറ്റ് ആളുകൾ ഹിസ്ബുള്ള ആശുപത്രികളിലുണ്ട്. 180ഓളം ആശുപത്രികളിലാണ് 2800 പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, മോട്ടറോള ഫോണാണ്, അതിൻ്റെ ലോഗോയാണ് ബോംബായി മാറിയത് എന്നൊക്കെ പറയുന്ന ഇൻ്റർനാഷണൽ മീഡിയയിൽ വന്ന പേപ്പർ കട്ടിങ്ങുകളുടെ ക്ലിപ്പിങ്സും നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പലസ്തീൻ സ്നേഹികൾ വന്നിട്ട് രാവിലെ സിനുജിയും ഞാനും കൂടെ ഇരുന്ന് തള്ളുകയാണ് എന്ന് പറയാൻ പറയണ്ട, അതുകൂടെ കണ്ടോണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.